ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോവാണ് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 2 എൻഡിങ് പാർട്ടാണിത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വിചാരിച്ച എൻഡിങ് ആക്കാമെന്ന്. കുറേ പാർട്ടായിട്ടുണ്ട്, ഇത് 3 പാർട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് സ്ഥലം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. സോറി. ഈ ഗെയിമിൻ്റെ പേരാണ് വേക്ക് ആൻഡ് ഹുഗി. നമ്മുടെ പോപ്പി പ്ലേ ടൈം തന്നെയാണ്. നമ്മൾ ഇന്നലെ കളിച്ചപ്പോൾ ഒരു ബൺസ് ഓഫ് ബണ്ണി എന്ന് പറഞ്ഞൊരു ജീവിൻ്റെ ഗെയിം കളിച്ച് മ്യൂസിക്കൽ മെമ്മറി മോമി ലോങ് ലെഗ്സ് നമ്മളോട് പറഞ്ഞായിരുന്നു 3 ഗെയിം കളിക്കണമെന്ന്. അതിനകത്തിലെ ഇത് 2ാമത്തെ ഗെയിമാണ്. പിന്നെ മോമി ലോങ് ലെഗ്സിനെ കാണിച്ചു തരാൻ മറന്നുപോയി. മോമി ലോങ് ലെഗ്സ് ആ ചില്ലിൻ്റെ അവിടെ ഇപ്പോൾ ഉണ്ട്. ഇത് നമ്മുടെ ഹഗ്ഗി വഗ്ഗീൻ്റെ പല പല കളേഴ്സാണ്. ഈ ഗെയിമിൻ്റെ പേര് പിന്നെ വേക്ക് ആൻഡ് ഹുഗി, മോമി ലോങ് ലെഗ്സ് പറഞ്ഞ ഗെയിം. പിന്നെ ഇത് 3 ഗെയിമല്ല, 4ാമത്തെ ഒരു ഗെയിമും കൂടെ ഉണ്ട്. ആ ഗെയിമിൻ്റെ പേരാണ് ഹൈഡ് ആൻഡ് സീക്ക്. അത് ഈ പോപ്പി പ്ലേ ടൈം മോമി ലോങ് ലെഗ്സ് തന്നെ പറഞ്ഞേക്കുക. 3ാമത്തെ ഒരു ഗെയിമും കൂടെ ഉണ്ട്. അതിൻ്റെ പേരും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് PJ പഗാപില്ലർ. ഇതൊക്കെ ഞാൻ കളിക്കുന്ന യൂട്യൂബ് നോക്കി പഠിച്ച് വെച്ചിട്ടാണ് കളിക്കുന്നത്. അല്ലാതെ ഞാൻ ഇത് കാണാപ്പാടമൊന്നുമല്ല പഠിക്കുന്നത്. ഇവിടെയൊക്കെ കുറേ ഹഗ്ഗി വഗ്ഗി ഉണ്ട്. ലാസ്റ്റ് ആകുമ്പോൾ കുറേ ഹഗ്ഗി വഗ്ഗി വരും. പിന്നെ നിങ്ങൾക്ക് കുറേ നേരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം പാട്ട് വയ്ക്കാൻ പോവാണ്. പിന്നെ ഗൈസ്, ഈ പ്രാവശ്യം നമ്മൾ എസ്കേപ്പ് ആവുന്നത് ട്രെയിൻ വഴിയാണെന്ന് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ കോഡാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത്. ഇവിടെ സ്റ്റെപ്പുണ്ട്. ഇത് നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ, പൊളിഞ്ഞു കിടക്കുമല്ലേ. ഇങ്ങനെ മണ്ടയ്ക്ക് ചാടി കയറാൻ പറ്റത്തില്ല. പറ്റും. ഇങ്ങനെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? മണ്ടയ്ക്ക് മറ്റേ തൂങ്ങുന്ന സാധനം. അതെന്തോ കിടക്കുന്നത്. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ലല്ലോ. ഒന്നും കൂടെ ചെയ്ത് നോക്കാം. ആദ്യം ഇവിടെ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി പക്ഷെ അത് വീരും. എന്നെക്കാട്ടിൽ നല്ലതാണ് തൂങ്ങുന്നത്. നമ്മുടെ കൈക്ക് അത്രയും നീളം പോത്തില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ നാളത്തെ വീഡിയോ എന്തായാലും ഒന്നെങ്കിൽ GTA 5 ആയിരിക്കും, അല്ല പോപ്പി പ്ലേ ടൈം 3 ആയിരിക്കും. 3 ആവാനായിരിക്കും കൂടുതലും ചാൻസ്. 3 പിന്നെ ഇപ്പോൾ പോപ്പി പ്ലേ ടൈം 2 തന്നെ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പോപ്പി പ്ലേ ടൈം 2 ഞാൻ ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ 3 വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു ഗെയിമാണെന്ന്. പിന്നെ ചെറിയൊരു എരപ്പ് കേൾക്കുന്നുണ്ട്. അത് ഫാനിൻ്റെ ആണ്. പിന്നെ ഇവിടെ നമ്മൾ തൂങ്ങി മണ്ണയ്ക്കെത്തി. ഇവിടെ ജീവിൻ്റെ ഉണ്ട്. എനിക്കത് കേട്ട് മടുത്ത്. അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല. പിന്നെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, ചെറിയൊരു ഭയം. അത് തന്നെ. ഇവിടെ ഒരു വലയൊക്കെ കെട്ടി വെച്ചപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. അതാരാ തുറന്നു വരുന്നത്? ഹഗ്ഗി വഗ്ഗിയാണോ അത്? ഹഗ്ഗി വഗ്ഗി നിന്നെ ഒരു പ്രാവശ്യം ഞാൻ കൊന്നതാ. ഇത് ഹഗ്ഗി വഗ്ഗി അല്ല. ഇതാണോ കിസ്സി മിസ്സി?
ഗായ്സ് നമ്മൾ ഇന്നലത്തെ പാർട്ടി ഒരു സാധനം കണ്ടില്ലായിരുന്നോ? അത് ഈ ജീവിൻ്റെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരാണ് കിസ്സി മിസ്സി. പിന്നെന്തുവാ ഇത് നമ്മുടെ പ്ലെയറിനെ ഹെൽപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ. എന്നിട്ട് അതോ അതിൻ്റെ പാട്ടിന് പോയി. എന്നിട്ട് നമ്മളെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്ന് രക്ഷപ്പെടുവല്ലേ. ഇതെന്തോ ഒരു സംഭവം ഉണ്ട്, ഇത് പഠിക്കണം. ഇതിൻ്റെ പേരെന്താണ്? ബാരിക്കുട്ടി. പോപ്പി പ്ലേട്ടായി എന്ന് വെച്ചാൽ പോപ്പീൻ്റെ കളികൾ. അപ്പോൾ പോപ്പീൻ്റെ കളികൾ ഇന്നും കൂടെ കഴിഞ്ഞാൽ അവസാനിക്കും. രണ്ടാമത്തേത് നാളെയാണ്. നാളെ പോപ്പി പ്ലേട്ടൈം ചാപ്റ്റർ 3ൻ്റെ വീഡിയോ ആണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ 3 ആക്കാമെന്ന് വിചാരിച്ച്. GTA 5 3യും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആക്കുന്നുള്ളൂ. 4 വേണ്ടാന്ന് വെച്ച്. 4 എന്താ കളിച്ചാൽ ശരിയാകില്ല. അത് ഞാൻ വല്ല PC വാങ്ങിച്ചിട്ട് വല്ല കളിക്കാമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. അതുവരെ ഫോണിൽ കളിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ പോപ്പി പ്ലേ ടൈം ഫോണിൽ കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഇത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1 കളിച്ചിട്ടില്ലേ 1 സെർച്ച് ചെയ്ത് കൊടുക്കണം. 2 കളിച്ചിട്ടില്ലേ 2 സെർച്ച് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾക്ക് PC ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യമില്ല. പക്ഷെ മൊബൈലിൽ നിങ്ങൾക്ക് ഇത്തിരി പാടായിരിക്കും കളിക്കാൻ. പാടിനെക്കാട്ടിൽ എനിക്ക് പാടായിട്ടുള്ളത് PC-യിൽ കളിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അത് കീബോർഡ് വെച്ച് കളിക്കണം. ചിലപ്പോൾ ഞാൻ GTA 5 ഇടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. GTA 5 കളിക്കാൻ വേണ്ടിയാണ്. GTA 5 ആയിരിക്കും പോപ്പി പ്ലേ ടൈം 3യും കൂടെ കളിക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ GTA 5 ആയിരിക്കും, അല്ല വേറെ ഏതെങ്കിലും ഗെയിം ആയിരിക്കും. എന്തായാലും നിങ്ങൾ നോക്കണം. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെയായിട്ടും വെറുതെ ഇരിക്കുവാണോ? ലൈക്ക് അടിക്കുക. വേണമെങ്കിൽ ഞാൻ ലൈക്ക് അവിടെ നിന്ന് അടിക്കുന്നതെന്ന് വരെ പറഞ്ഞുതരാം. പിന്നെ ഗായ്സ് ഇത് നമ്മൾ ചെയ്തു കഴിയാറായി. ഇത് ഇച്ചിരി പാടുള്ള പരിപാടിയായിരുന്നു. തള്ളിക്കോ ട്രെയിൻ തള്ളിക്കോ ട്രെയിൻ തള്ളു ട്രെയിൻ തള്ളു ട്രെയിൻ തള്ളു വേഗം തള്ളു. ട്രെയിൻ എങ്ങോട്ടോ പോയി. ട്രെയിനിൻ്റെ വരിക്ക് പോയി. വീണാൽ ചാവുമെങ്കിൽ ചാവട്ടെ. എന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല ഗായ്സ്. ഞാനില്ലേ ഒരു ലിവർ അമർത്തിയിട്ട് ഇതുവരെ കൂടെ ഇറങ്ങി ആ ഗേറ്റിലായിരുന്നു വേക്ക് ആൻഡ് ഹുഗി എന്ന് പറഞ്ഞ ആ ഗെയിം. അതുകൊണ്ട് ആ വരി ആ ഡോറ്. ഇനി 3ാമത്തെ ഗെയിം നമുക്ക് കളിക്കാം. എനിക്ക് കിസ്സി മിസ്സിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പോപ്പി പ്ലേ ടൈം 2-ൽ. ഇനി നമ്മൾ ഈ ഗെയിമിലായിരിക്കും പോകുന്നത്. നമ്മളെന്താണെന്ന് വെച്ചാൽ ആ 2 ഗെയിമും കളിച്ച് എനിക്ക് ഏറ്റവും ഇതിനകത്ത് പാടുള്ള ഗെയിം മറ്റേ ആ ബണ്ണിക്കുട്ടീൻ്റെ കളിയായിരുന്നു. ഭയങ്കര പാടായിരുന്നു. എന്താണെന്ന് വെച്ചാലേ അതാണെങ്കിൽ ബണ്ണിയല്ല, അതിൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും നമുക്ക് ബണ്ണി എന്ന് വിളിക്കാം. ആ ഗെയിമിലില്ലേ കുറേ പ്രാവശ്യം ഞാൻ ചത്ത്. പിന്നെ അത് എഡിറ്റ് ചെയ്യാനും കൂടെ ഇമ്മാതിരി പാടായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു നമ്മളെ ഇന്ന് അടിക്കാൻ പോകുന്നത് ജീവി. ഇത് ഒരു പാടുള്ള ലെവലാ. പൊങ്ങിയേ ഇങ്ങോട്ട് കയറ്. ഇത് ഇവിടെ ഇങ്ങനെ. അതിപ്പോൾ എന്താ കയറാൻ പറ്റാത്തേ? അവിടെ പവർ സപ്ലൈ കൊടുക്കണം. ഇത് വെച്ചേ. എന്നിട്ട് അത് ഊരിയെടുത്ത് ഇത് വേഗം കയറണം. ശരിയായി വർക്കായി. ഇനി നമുക്ക് നേരെ തുടങ്ങാം. പോപ്പി പ്ലേ ടൈം എന്ന് വെച്ചാൽ പോപ്പിൻ്റെ കളികൾ. മൂവി ലോങ് ലെഗ്സിൻ്റെ 3ാമത്തെ ഗെയിം. ഇത് എത്രാമത്തെ ഗെയിമാണെന്ന് അറിയത്തില്ല. ഈ പാർട്ടും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് 3 കളിക്കാൻ. 3 പിന്നെ 1ാമത്തെ പാടാ. 3ൻ്റെ എൻഡിങ് എന്താണെന്ന്
നിങ്ങളൊന്ന് കണ്ടു നോക്ക്, അപ്പം മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഓ ബ്രോ ഫസ്റ്റ് ട്രൈ, ഇത് ശരിക്കും പാടാ ഗൈസ്. ഞാൻ ഇത് കുറേ നേരം നിങ്ങൾ വിചാരിക്കും ഓ ഇതെന്തുവാ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്നതാണെന്ന്. സത്യമാണ് ഞാൻ പറയുന്നത്, ഇതെന്തുവാ റീച്ച് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. ശരിക്കും ഞാൻ ഇത് കുറേ പ്രാവശ്യം കളിച്ചിട്ടാണ് ഒന്ന് ജയിക്കുന്നത്. നിങ്ങൾക്ക് വിചാരിക്കും ഇത് കുറച്ച് നേരം കളിക്കുന്നുള്ളത്, കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. ഇതെന്ത് ജീവി ഇതാണോ തോന്നുന്നു PJ പഗ പില്ലർ. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയോണ്ടാണെന്ന് തോന്നുന്നു. എന്തുവാ നിങ്ങൾക്ക് എന്തുവാ ഇതൊക്കെ ഇപ്പം ഇറങ്ങിയ ഗെയിമാണെന്ന് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഗെയിം ഇറങ്ങിയത് ഇപ്പോൾ 2006 തോന്നുന്നു. നിങ്ങളല്ലെങ്കിൽ എന്തുവാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. പോപ്പി പ്ലേ ടൈം റിലീസ് ഡേറ്റ് പോപ്പി പ്ലേ ടൈം 1ഉം 2ഉം 3 പിന്നെ എനിക്കറിയാം 2023 4 പിന്നെ 2025 ന്യൂ ജനറേഷൻ പോപ്പി പ്ലേ ടൈം 4 ഈസ് 2025. നിങ്ങൾ എന്തുവാ ചിലവരുടെ യൂട്യൂബൊക്കെ കണ്ടു നോക്കണം. യൂട്യൂബിലൊക്കെ ഈ ഗെയിം കുറേ പേരൊക്കെ കളിച്ച് കാണും. പോപ്പി പ്ലേ ടൈം 4 എന്തായാലും ഞാൻ PC-യിലായിരിക്കും കളിക്കാൻ പോകുന്നത്. PC ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ല എന്തുവാ ലാപ്ടോപ്പിലോ, ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും കളിക്കുന്നത്, അല്ല ഫോണിലും. ഇതെന്തുവാന്ന് വെച്ചാൽ ഈ കളീൻ്റെ പ്രത്യേകത ലൈറ്റ് ഓൺ ആകുമ്പോൾ നമ്മൾ സ്റ്റാച്ചു ആവണം, എന്താ ലൈറ്റ് ഓഫ് ആകുമ്പോൾ നമ്മൾ പോകണം. എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്വിഡ് ഗെയിം പോലെ. ഇതിച്ചിരി പാടാ കളിക്കാൻ ഈ ഗെയിം, പക്ഷെ സിമ്പിളാ, ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഇതിങ്ങനെ മണ്ടയ്ക്ക് പോകണം, മണ്ടയ്ക്ക് പോയിട്ട് കുരുങ്ങി പെട്ട്. ഇനി എന്താ ചെയ്യും? മനുഷ്യനാണെ കണ്ണും കാണത്തില്ല കുന്തവും കാണത്തില്ല. ഇപ്പോഴും ഈ ഗെയിം കഴിഞ്ഞിട്ടില്ല. ഈ ഗെയിം കഴിയണമെങ്കിൽ ഇതാണ്ട് ഈ സ്ഥലത്ത് ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൽ നിന്ന് പൊട്ടിച്ചിട്ട് വെളിയിലിറങ്ങണം. ഞാൻ പിന്നെ എന്തായാലും ലൈക്ക് അടിക്കാൻ 2 പ്രാവശ്യം പറയും. എന്താണെന്ന് വെച്ചാൽ ചിലവരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും ലാസ്റ്റ് ലൈക്കും ഷെയറും സബും പറയുന്നത്. അല്ലാതെ എനിക്ക് ഞാൻ ചുമ്മാ പറയുന്നതല്ല. വെറുതെ അടിയിലും കൊണ്ടുവയ്ക്കണ്ട. ഇപ്പോഴാണ് ഗൈസ് ഗെയിം കഴിഞ്ഞത്. അതുകൊണ്ട് ആ ജീവിൻ്റെ നീളം നോക്ക് നിങ്ങൾ. നമുക്കെന്തായാലും ഈ കുരിയിലോട്ട് ചാടാം. അതുകൊണ്ട് അവിടെ എന്തോ ഒരു സാധനം ഇനി മണ്ടയ്ക്കോട്ട് പോകണം. പിന്നെ ഗൈസ് ഇവിടെ നമുക്ക് തൂങ്ങാനുണ്ട്, നമ്മൾ തൂങ്ങിയിട്ടുണ്ട്. ഇത് ഡാഡി ലോങ് ലെഗ്സ്, നീല കളറിലുള്ള ഡാഡി ലോങ് ലെഗ്സും മഞ്ഞ കളറിലുള്ള ബേബി ലോങ് ലെഗ്സും പിങ്ക് കളറിലുള്ള മോമി ലോങ് ലെഗ്സും. മോമി ലോങ് ലെഗ്സിനെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഡാഡി ലോങ് ലെഗ്സും ബേബി ലോങ് ലെഗ്സിനെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാത്തത്. അത് ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ എന്തോ ഒരു ഇതുണ്ട്, വെൻറ്റ്, ഇതുവരെ കൂടെ പോകണം. ഇവിടെയും തൂങ്ങാനുണ്ടല്ലോ. ഇപ്പം ഇവിടോട്ട് വന്നപ്പോൾ ഭയങ്കര തൂങ്ങലാ, കുരി ചാടിയപ്പം തന്നെ. വീണ്ടും മണ്ടയ്ക്ക് പോവും, വീണ്ടും താരപ്പോവും, വീണ്ടും മണ്ടയ്ക്ക് പോവും, വീണ്ടും താരപ്പോവും. ഇതെന്താ സംഭവം? കൊള്ളാലോ. ഇവിടെ ഇതെന്തോ അവിടെ എന്തോ വയ്ക്കണം, വല്ല ടോയ് വല്ലതും ആയിരിക്കും. പോപ്പി പ്ലേ ടൈം 1 പോയാൽ എനിക്ക് അപ്പോഴേ മനസ്സിലായി പോപ്പി പ്ലേ ടൈം 2 ഒരു ഹൊറർ ഗെയിം ആണെന്ന്. ഇതെന്തോ ചെയ്യേണ്ടിയേ? നമുക്ക് അവിടോട്ടാണോ പോകേണ്ടത് അതോ നേരെയാണോ പോകേണ്ടത്? നേരെയാണോ പോകേണ്ടത്? ഇതിവിടോട്ട് വെച്ച് എന്നിട്ട് ഇത് ഇങ്ങനെ ഇതിനി ഇങ്ങോട്ടാണോ അതോ നേരെയോ? അതങ്ങോട്ടല്ല. ഇവിടെ വീണാൽ ചാവുമോ? ഒന്ന് നോക്കാം.
അതിനെ ചാവണമെങ്കിൽ ഒരു സാധനം സ്റ്റംബോൺ ചെയ്യണം. ഇതിവിടെ അവിടെ ടോയ് വയ്ക്കണം. ടോയ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും, അല്ലെ ആ നേരെന്ന് കിട്ടും. നേരെന്ന് ലോക്കാ. ഇനി എന്താ അപ്പുറത്തോട്ട് പോകണം. ഇവിടെ വീണാൽ ചാവത്തൊന്നുമില്ലായിരിക്കും. സ്റ്റക്കായോ? ഇല്ലേ, അനങ്ങുന്നുണ്ട്. ഇനി എന്തുവാ ഇവിടെ ഗൈസ്? പിന്നെ ചാവും ചത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണാൽ ചാവും. പിന്നെ ഗൈസ് നമുക്ക് കുറച്ചു നേരം പാട്ട് കേൾക്കാം. പിന്നെ ഗൈസ് ഇവിടെ എന്തോ സംഭവം ചെയ്യാനുണ്ട്. നമുക്ക് എന്തോ ഒരു ടോയ് എടുക്കാനുണ്ട്. ആ ടോയ് നമുക്ക് ആ മുമ്പേ ഒരു സ്ഥലം കണ്ടായിരുന്നല്ലോ, അവിടെ നമുക്ക് വയ്ക്കണം. എന്തുവാ ഇവിടെ താരോട്ട് വലിച്ചിട്ട് മഞ്ഞ ഞെക്കിയിട്ട് ഇനി മണ്ടയ്ക്കോട്ട് പോയിട്ട് ഇത് ഞെക്കണം. ഇതുകൊണ്ട് അവിടെ അത് ഞെക്കണം. എന്നിട്ട് ഇനി ഇത് ഇവിടെ ഇതെന്തുവാ ഇവിടെ ചെയ്തിട്ട് ഇനി ഇവിടോട്ട് താരോട്ട് കൊണ്ടുവരണം. ആ ടോയ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കറക്കി നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കണം. അതിനി ഒരൊന്നാമത്തെ പരിപാടിയാണ്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യണം. ഇവിടെയൊക്കെ കുറേ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പേപ്പറൊക്കെ എന്തിനാണെന്നോ എന്തോ എനിക്കറിയത്തില്ല. ഈ പേപ്പർ വെറുതെ ഈ ഗെയിമിലുള്ളതാണ്. കുറേ പേപ്പർ ഇതുകൊണ്ട് എന്താ ഉപകാരം എന്ന് എനിക്കറിയത്തില്ല. ഈ പേപ്പർ വാരിക്കൊണ്ടുള്ളൂ. എനിക്ക് പേപ്പർ കാണുമ്പോൾ പേപ്പർ കീറിയിടുമ്പോൾ ഇഷ്ടമല്ല. എന്താണെന്ന് വെച്ചാൽ കുറേ പേപ്പറായി ഗെയിമിലുള്ളത്. പല സ്ഥലത്തും ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല. വല്ല ബുക്ക് വല്ല കിടക്കുണ്ടായിരുന്ന എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ചിലവർക്കൊക്കെ ബുക്ക് ഇഷ്ടമല്ല, ചിലവർക്കൊക്കെ പേപ്പർ ഇഷ്ടമല്ല. എനിക്ക് പേപ്പറാണ് ഇഷ്ടമല്ലാത്ത. പേപ്പർ കീറി കിടക്കുന്ന സാധാ പേപ്പറാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഇവിടെ എന്തോ പരിപാടിയുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ പാടാണെന്ന് തോന്നുന്നു. ഈ ജീവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ജീവി ഈ ഗെയിമിൽ സ്ഥിരമുള്ള ജീവിയാണ്. ഈ ജീവിനെ നമ്മൾ പോപ്പി പ്ലേ ടൈം 1 കണ്ടിട്ടുണ്ട്. ഇപ്പം 2 ഇനി 3 3 കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ ഏതെങ്കിലും ഗെയിം ആയിരിക്കും കളിക്കുന്നത്. പുതിയ ഗെയിം ഏതാ കളിക്കേണ്ടതെന്ന് കണ്ടിട്ടൊന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇനി എന്താണെന്ന് വെച്ചാൽ പോപ്പി പ്ലേ ടൈം കളിക്കാൻ പറ്റത്തില്ല. 3 കൂടെ കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. 4 കളിക്കാനാണെങ്കിൽ PC വേണം. PC ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അത് കളിക്കാൻ പറ്റത്തില്ല. അത് ശരിയാക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്തുവാ PC ഒരു വീഡിയോസും ഇടാത്ത. കൂടുതലും മൊബൈലിലിടുന്നത്. ഇത് ഇങ്ങനെ അല്ല, അതാദ്യം ഇങ്ങനെ ഇട്ട് എന്നിട്ട് ഇതിവിടെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെ നീല ഓഫാക്കിയിട്ട് ഇതിവിടെ ഞെക്കിയിട്ട് ഇനി നേരെ എളുപ്പം ചെയ്യണം. ഇത് കറക്കി ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുപോകാം. എവിടെ തുറന്നിട്ടുണ്ട്, എവിടാന്നറിയത്തില്ല. ഇവിടെ കുറേ എടുത്ത് ഇങ്ങനെ തുറക്കും, പക്ഷെ നമുക്കറിയത്തില്ലായിരിക്കും അത്.
എവിടാ തുറക്കുന്നത് എവിടാ തുറക്കുന്നത് ഒന്നും പറയത്തില്ല. അല്ല അവിടോട്ട് ടെലിപ്പോർട്ടാവണം. ഇയാൾക്കാണെങ്കിൽ ടെലിപ്പോർട്ട് ആവാനുള്ള ശക്തിയുമില്ല. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഇതെങ്ങോട്ടാ തുറന്നേന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ചിലപ്പോൾ ഇനി എന്തുവാ, ഞാൻ ഒരു വരി ഉണ്ടായിരുന്നു, അതുവരെ കൂടെ ഒന്ന് പോയി നോക്കാം. ഈ വെൻറ്റിൽ അതുവരെയാണോ തുറന്നതെന്ന് എനിക്കറിയത്തില്ല. അതുവരെ തന്നെ തുറന്നേ. ഇതേതാ കുരിയിൽ വീണു ഗൈസ്, നമ്മളേതോ ഒരു കുരിയിൽ വീണു. ഇനി എന്തുവാ, എൻ്റെ ദൈവമേ, മോമി ലോങ് ലെഗ്സ് ഗൈസ്. മോമി ലോങ് ലെഗ്സ് ദേഷ്യം വന്ന് എന്താണെന്ന് വെച്ചാലേ, നമ്മൾ പീജ പെഗാപില്ലറിൻ്റെ ഗെയിം ശരിക്കും കളിക്കാത്തതുകൊണ്ട് മോമി ലോങ് ലെഗ്സ് തന്നെ ദേഷ്യം വന്നിട്ട് നമ്മളെ ഇപ്പോൾ പിടിക്കാൻ വന്നിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ് എൻ്റെ പൊന്ന് മോമി ലോങ് ലെഗ്സേ. നീ അത് കണ്ടുകൊണ്ടിരിക്കുമല്ലായിരുന്നു, പിന്നെ എന്തുവാ നിനക്ക് അത് അങ്ങനെ പറയുന്നത്? മനുഷ്യൻ റെയിൻ കോഡും തന്നില്ല. റെയിൻ കോഡ് ചിലപ്പോൾ പോപ്പി തരാൻ ചാൻസ് ഉണ്ട്. പോപ്പിനെ എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിക്കണം. ഇതിനകത്തിലെ ഹെഡ് പോപ്പിയല്ലേ, പിന്നെന്തോ ചെയ്യാനാ? നമ്മളെങ്ങാനും ഇത് ചെയ്തില്ല പിന്നെന്തുവാ? പോപ്പി എന്തുവാ ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ. ഗെയിമിൽ നിന്ന് പുറത്താക്കുക ഇയാൾക്ക് വേണ്ടിയത്. കയറിയത് തന്നെ ഇവിടെ എന്തുവാ നടന്നതെന്നാ. പിന്നെ നടന്ന് കേട്ടപ്പം തിരിച്ചു പോകാൻ തോന്നി. തിരിച്ചു പോകാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. ട്രാപ്പിഡ് ആയി. ഇവിടെ എന്തുവാ ഇനി? ഇവിടെ എന്തുവാ പരിപാടി? അവിടെ എന്തോ ഒരു പൂച്ച കാണുന്നു. പൂച്ചേ മിയാവ് പൂച്ചേ. ഈ ലിവർ അമർത്തിയല്ലേ ഡോറ് തുറക്കത്തുള്ളൂ. ലിവർ അമർത്തിയിട്ടുണ്ട്. ഇനി എന്തോ ഇതുവരെ കൂടെ പോയിട്ട് ഇതേ മോമി ലോങ് ലെഗ്സ് ഗോൾഡ് സാധനം ഗൈസ്. ഇനി നമുക്ക് കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിക്കാം. ഗൈസ്, ഇവിടെ എന്തോ ചെയ്യണം, എന്തോന്നൊരു പിടിയില്ല. ഗൈസ്, ഈ ഡോർ തുറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ തെറ്റുക. ആദ്യം ചുമപ്പ്, നീല, പച്ച, മഞ്ഞ. എനിക്കിപ്പോൾ ഒരു കാര്യം പിടിയിട്ട്
ഓ റെഡിനൊക്കെ മറന്നുപോയി. റെഡ് ആദ്യത്തെ നീല, രണ്ടാമത്തെ, മൂന്നാമത്തെ പച്ച, നാലാമത്തെ മഞ്ഞ. അപ്പം അങ്ങനെയാ കളി. റെഡ്, നീല, ഇത് പച്ച, മഞ്ഞ ഉണ്ട്, മഞ്ഞ താണ്ട്. ഇപ്പം തുറന്നു വന്ന്. എനിക്ക് ഏറ്റവും പോപ്പുലർ ടൈമിൽ ഇച്ചിരി കൂടുതൽ നേരം എടുത്ത ഈ പരിപാടിയാണ്. ഇതാണ് ബോംബെ ലോങ് ഗ്ലാസ്. നമുക്ക് അതെല്ലാം തൂങ്ങിക്കിടക്കാം. അതാകുമ്പോൾ ബോംബെ ലോങ് ഗ്ലാസ് കണ്ടുപിടിക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത്. ബോംബെ ലോങ് ഗ്ലാസ് പോയോ? കാണാനുണ്ടല്ലോ, പാട്ട് കേൾക്കുന്നുണ്ട്. അവിടെ കാണും. ഇനി വല്ല കറണ്ട് അടിച്ച് ചാവുമോ? ചിലപ്പോൾ കാണത്തില്ല. ഇതുവരെ പോ. ഇനി വീണ്ടും ഇതുവരെ കൂടെ പോ. ഇവിടെ എന്തോ ചെയ്യാനുണ്ട്. എന്തുവാ ഇവിടെ തുറന്ന് എന്നിട്ട് ഇത് ചെയ്തിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ച് ഇതെടുത്ത് വെച്ച് അവിടെ കഴണ്ട് കൊടുത്ത് ഇതിപ്പോൾ കത്തിച്ചോ. ആ സാധനം വല്ല ഉരുകി പോവൂടെ? ഉരുകി പോയിട്ട. ഇവിടെ ഇവിടെ ലിവർ വലിച്ച് നീ ഇവിടെ തുറക്കും. ഇവിടെ കുറച്ചും കൂടെ കരിഞ്ഞ എൻഡിങ്ങാ. ഇനി ഇച്ചിരി നേരം കൂടെ ഉള്ളൂ. ബോംബെ ലോങ് ഗ്ലാസ് വരുന്നുണ്ട് ഗൈസ്. ഇത് പൊന്നെ, എനിക്ക് ദേഷ്യം വരുന്ന ഈ വൃത്തിയായിട്ട മ്യൂസിക്കാ ഗൈസ്. ബോംബെ ലോങ് ഗ്ലാസ് നമ്മളെ ചേസിങ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒളിച്ചിരിക്കാം. ഇതുവരെ ചെയ്തത് ട്രൈ ആയി, ശരിയായി. ഇനി ചെയ്യാൻ തുടങ്ങുന്ന എന്താന്ന് ഒരു പിടിയുമില്ല. ഇങ്ങനെ സാധാരണ എല്ലാവരും നോക്കുന്നത്. ബോംബെ ലോങ് ഗ്ലാസ് പോയിട്ടുണ്ട്. നമുക്ക് പതിയെ ഇറങ്ങാം. ഇവിടെ എന്താ തലന്തി വലയുണ്ട്, അത് ചിലപ്പോൾ പോവായിരിക്കും. അയ്യോ, ബോംബെ ലോങ് ഗ്ലാസിൻ്റെ കൈ. നിങ്ങൾ വിചാരിക്കും എൻ്റെ ശബ്ദത്തിന് എന്താ പറ്റിയെന്ന്. ശബ്ദത്തിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇതൊന്നു കപ്പണ്ടിന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. ഇവിടെ കയറി വലിച്ച് ഇവിടെ നീണ്ടു കയറി ഇതിങ്ങനെ കയറി പുറത്തോട്ട് എന്നിട്ട് ഇവിടെ ഇറങ്ങി. ഗൈസ് എൻഡ് ആവാറായി. ഇത് വലിച്ചിട്ട് അവിടെ ഒരു ബ്ലൂ ഹാൻഡിൻ്റെ സ്കാനിങ് കാണും. പിന്നെ അവിടെ നിന്ന് ബോംബെ ലോങ് ഗ്ലാസ് ഓടി വന്നിട്ട് നമ്മളെ പേടിക്കാൻ ഒരു മിഷനുണ്ട്. ആ മിഷനെ കൈ വെച്ചാൽ എന്തുവാ, എന്ത് സാധനം വെച്ചാൽ പൊടിഞ്ഞു പോകും. ആ മിഷനെ കൈ വെച്ചാൽ എന്നിട്ട് ഞാൻ എന്തുവാ ആ മിഷൻ ഓണാക്കി വയ്ക്കും. ഈ മിഷൻ്റെ പേരറിയാത്തതുകൊണ്ടാണ് ഞാൻ മിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ കൂടെ ഒരു ജീവി വന്ന് ബോംബെ ലോങ് ഗ്ലാസിൻ്റെ കൈയും കാലും എടുത്തുകൊണ്ട് പോകും. കൈയും കാലും അല്ല, സ്ഥലം എടുത്തുകൊണ്ട് പോകും. ബാക്കി മൊത്തം ഈ മിഷൻ അരച്ചെടുക്കും. ആ ജീവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തുവാ അതിൻ്റെ പേരാണ് പ്രോട്ടോടൈപ്പ്. ഇതാണ്ട്
ഈ ജീവിയുടെ പേരാണ് പ്രോട്ടോടൈപ്പ്. കൈയൊക്കെ കാണിക്കുന്നുണ്ടോ? പിന്നെ എന്തുവാ, അത് വലിച്ചെടുത്തോണ്ട് പോകും. അങ്ങോട്ടോ ഉണ്ട് മോമി ഡോങ്സിനെ. എന്തോ ചെയ്യും? ഇത് തുറന്നല്ല. നമ്മൾ പോപ്പി പ്ലേ ടൈം 1 കളിച്ചപ്പോൾ ഒരു കാസറ്റ് കിട്ടിയായിരുന്നു. ലാസ്റ്റ് സീന് ഹഗ്ഗി വഗ്ഗിനെ കൊന്നു കഴിഞ്ഞപ്പോൾ. എന്തുവാ, ആ കാസറ്റ് ഇപ്പോഴും കിട്ടും ചാപ്റ്റർ 2-ലും. ആ കാസറ്റ് ഇട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഈ ജീവൻ്റെ പേരെന്താണെന്ന്. കാസറ്റ് കിട്ടി അല്ല വേണ്ട, ഈ ടിവിയിലിട്ടിട്ട് പോവാം. 1006 പ്രോട്ടോടൈപ്പ്. രണ്ട് ഗെയിം സ്റ്റേഷൻ. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി വീണ്ടും. ഇനി എന്തുവാ, എന്താണ്ട് പോപ്പി നമുക്ക് ട്രെയിൻ കോഡ് വന്നു. ഇനി എന്തുവാ, അതൊക്കെ എന്താ ഇവിടെ ലിവർ. ഇത് തുറന്നു വന്ന് അവിടെ എന്തോ ഒരു മറ്റേ പാർക്കിലുള്ള പോലത്തെ സാധനം, അതിലൊന്ന് കയറി നോക്കാം. അതിൽ കയറിയാലേ നമുക്ക് താഴെ എത്താൻ പറ്റത്തുള്ളൂ. പിന്നെന്തുവാ, ഇവിടെ കൂടെ വന്നിട്ട് എന്തുവാ, ഇവിടെ ഗ്രീനിൻ്റെ സ്കാനിങ് ഉണ്ട്. നമ്മുടെ റെഡ് ഹാൻഡ് പോയപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്തുവാ മറ്റേ സംഭവം ഉണ്ടാവും, എന്തുവാ ഗ്രീൻ ഹാൻഡ് നമുക്ക് കിട്ടുമെന്ന്. അതിവിടെ സ്കാൻ ചെയ്യണമായിരുന്നു. ഇത് ബൺസ് ബണ്ണി ആദ്യത്തെ. ചുമപ്പ് മഞ്ഞ, ചുമപ്പ് മഞ്ഞ, വീണ്ടും ചുമപ്പ് നീല. അടുത്ത കോഡ് 1 2 4 3 2 4 3. വണ്ടി വിട്ടോ ബേബി. ഗൈസ്, ട്രെയിനിൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങിയ പോലെ ഫോണൊക്കെ ഉണ്ട് ട്രെയിനിൽ. ഞാൻ ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. ഞാൻ കരുതി ഇതെല്ലാം ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ട്രെയിനിൻ്റെ പതുക്കെ സ്പീഡ് കൂടിക്കൂടി വരുന്ന പോലൊരു സംശയമാണോ അതോ എൻ്റെ ചിന്തയാണോ? എന്തേലും ആവട്ടെ, പോപ്പി പ്ലേ ടൈമിൻ്റെ കാര്യമല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒന്ന് ഫോൺ അടിച്ചേക്കാം. ആരെങ്കിലും ഉണ്ടോ? ഡും 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 തും. ഗൈസ്, നാളത്തെ വീഡിയോ ചിലപ്പോൾ പോപ്പി പ്ലേ ടൈം 3ൻ്റെ അല്ല റോബ്ലോക്സ് ആയിരിക്കും. GTA 5 കുറേ ദിവസം കഴിഞ്ഞാലേ ഇടത്തുള്ളൂ. എന്തായാലും റോബ്ലോക്സ് നമ്മൾ ഇതുവരെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പോപ്പി പ്ലേ ടൈം കഴിഞ്ഞിട്ട് എന്താ റോബ്ലോക്സ് കളിക്കാം. റോബ്ലോക്സ് ആകുമ്പോൾ ഒരു ഇച്ചിരി
സുഖം കിട്ടും. ഇതെന്താ സംഭവിച്ച്? ട്രെയിൻ മറിയുമോയെന്ന്. സ്റ്റോപ്പ് ട്രെയിൻ. ആ ട്രെയിൻ മറിഞ്ഞല്ലോ. സമാധാനം.